ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. ബലയാം ദൈവഹിതപ്രകാരമല്ലാതെ ഇസ്രയേൽ മക്കളെ ശപിക്കുവാൻ പോയതാണെങ്കിലും ബലയാമിൻ്റെ നാലാമത്തെ സുഭാഷിതം, നാലാമത്തെ പ്രവചനത്തിൽ മിശിഹയെക്കുറിച്ചുള്ള പ്രവചനം നമുക്ക് കാണാൻ സാധിക്കും. അത് വിചിത്രമായിട്ട് നമുക്ക് തോന്നും. ദൈവത്തെ അനുസരിക്കാത്ത ഈ പ്രവാചകനിലൂടെ ദൈവം തൻ്റെ പുത്രൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ ബലയാം ഈ 4 പ്രാവശ്യവും ഇസ്രായേൽ മക്കളെ ശപിക്കാൻ ശ്രമിച്ചിട്ട് ശപിക്കാൻ സാധിക്കാതിരുന്നിട്ടും ദൈവത്തിൻ്റെ ജനത്തെ അനുഗ്രഹിക്കാം, അല്ലെങ്കിൽ അവർക്ക് നന്മ ചെയ്യാം, അവരോട് ചേരാം എന്ന് തീരുമാനിച്ചില്ല. ഇത് വ്യക്തമായി 24-ാം അധ്യായത്തിലും 25-ാം അധ്യായത്തിലും എഴുതിയിട്ടില്ല. 24-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ ബലയാം പുറപ്പെട്ട് തൻ്റെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി എന്നേ വായിക്കുന്നുള്ളൂ. എന്നാൽ 25-ാം അധ്യായത്തിൻ്റെ തുടക്കം നമ്മൾ വായിക്കുമ്പോൾ അത് വേറൊരു സംഭവമായിട്ട് നമുക്ക് തോന്നും. ഇസ്രയേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബ്യ സ്ത്രീകളുമായി പരസംഗം തുടങ്ങിയെന്ന്. ഈ 2 സംഭവങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് സംഖ്യാപുസ്തകം വായിച്ചാൽ നമുക്ക് തോന്നുമെങ്കിലും സത്യം അതല്ല. ഇത് തമ്മിൽ വലിയ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം എന്താണെന്നോ? ഇസ്രയേൽ മക്കളെ ശപിച്ച് ഇല്ലാതാക്കാൻ പറ്റില്ല എന്ന കാര്യം ബാലാക്കിന് മനസ്സിലായി, ബലയാമിനും മനസ്സിലായി. എന്നാൽ ബലയാം ബാലാക്കിന് ഒരു ചെറിയ കൗശലം പറഞ്ഞു കൊടുത്തു. അത് സംഖ്യാപുസ്തകത്തിലില്ല. എന്നാൽ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം ഞാനൊന്ന് വായിക്കുന്നത് ശ്രദ്ധിക്കൂ. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇത് പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുന്ന എഴുത്താണ്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്പ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. ഇവിടെ യോഹന്നാൻ നമുക്ക് സംഖ്യാപുസ്തകത്തിൽ നിന്ന് മനസ്സിലാകാത്ത ഒരു കാര്യം പറഞ്ഞു തരികയാണ്. ബലയാം മടങ്ങിപ്പോകുന്നതിന് മുമ്പ് ഒരുപക്ഷെ ഇത്രയും പൈസയൊക്കെ മുടക്കിയതല്ലേ, ഒന്ന് സഹായിച്ചേക്കാം എന്ന് പറഞ്ഞ് ഇസ്രയേൽ മക്കൾക്ക് ദോഷം വരുത്തുവാനുള്ള ഒരു മാർഗം ബാലാക്കിന് പറഞ്ഞു കൊടുത്തു. അതിതാണ്, നീ നിങ്ങളുടെ ഇടയിലുള്ള സ്ത്രീകളെ ഇസ്രയേൽ മക്കളുടെ പാളയത്തിലേക്ക് അയക്കുക. അവർ അവിടെയുള്ള പുരുഷന്മാരെ വശീകരിക്കണം. വശീകരിക്കുക എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ ഒരു ഉത്സവമുണ്ട്, അതിനൊന്ന് വരണം, അവിടെ സദ്യയുണ്ട്, അവിടെ ചില മേളയൊക്കെ നടക്കുന്നുണ്ട്, നിങ്ങൾ വന്ന് അതൊക്കെ ഒന്ന് കാണ്, നല്ല രസമാണ്. ഇങ്ങനെ പറഞ്ഞ് അവരെ വശീകരിച്ച് മിദ്യാന്യരുടെ ദേവൻ്റെ ഉത്സവത്തിന് കൊണ്ടുവരിക. മിദ്യാന്യരുടെ ഉത്സവത്തിൽ നടക്കുന്നത് അധാർമികമായ കാര്യങ്ങളും വിഗ്രഹാരാധനയുമാണ്. അവരെ അവിടെ ക്ഷണിച്ചു വരുത്തി കഴിയുമ്പോൾ പിന്നെ ഈ ഇസ്രായേൽ മക്കളെ കൊണ്ട് മിദ്യാന്യർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യിക്കാൻ സാധിക്കും. അതെന്താണ്? മോവാബി സ്ത്രീകളുമായി പരസംഗം ചെയ്തു. അവർ ബാൽ പെയോരിനോട് ചേർന്നു. ഇത് ചെയ്യാനുള്ള ഉപദേശം കൊടുത്തത് ബലയാമാണ്. ബലയാം വളരെ ദുഷ്ടനായൊരു മനുഷ്യനായിരുന്നു. കാരണം ദൈവം അനുഗ്രഹിച്ച ജനമാണെന്നുള്ള കാര്യം ബലയാമിന് ഇതിനോടകം മനസ്സിലായി. എന്നിട്ടും മനഃപൂർവമായി ദൈവം അനുഗ്രഹിച്ച ജനത്തിൻ്റെ കൂടെ നിൽക്കാതെ ദൈവജനത്തിൻ്റെ ശത്രുക്കളെ സഹായിക്കാൻ ബലയാം തയ്യാറായി. അതിൽ ബലയാം വിജയിച്ചു. ഇസ്രായേൽ മക്കൾ പരസംഗം ചെയ്തതുകൊണ്ട് അവിടെ ഒരു ബാധയുണ്ടായി. അവിടെ 24,000 ആളുകൾ കൊല്ലപ്പെട്ടു. ശാപിച്ചതുകൊണ്ട് ഒന്നും ഉണ്ടായില്ലെങ്കിലും ഇസ്രായേൽ മക്കൾ പാപം ചെയ്തതുകൊണ്ട് 24,000 പേർ കൊല്ലപ്പെടാനിടയായി. ഈ സംഭവം നടന്നപ്പോൾ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ബാധ ഉണ്ടായി. ആ ബാധ ദൈവം അയച്ചതാണെന്ന് മനസ്സിലാക്കിയ ചിലർ കരയുവാൻ തുടങ്ങി.
6-ാം വാക്യത്തിൽ, എന്നാൽ മോശയും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും കാൺകെ ഒരു ഇസ്രായേല്യൻ തൻ്റെ സഹോദരന്മാരുടെ മധ്യത്തിലേക്ക് ഒരു മിദ്യാന്യ സ്ത്രീയെ കൊണ്ടുവന്നു. ദൈവം ശപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ആളുകൾ കരയുകയാണ്. എന്നാൽ അതിനെ തൃണവൽഗണിച്ചുകൊണ്ട് ഒരുത്തൻ ഒരു മിദ്യാന്യ സ്ത്രീയെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പാളയത്തിലേക്ക് കൊണ്ടുവന്ന് അവൻ്റെ കൂടാരത്തിലേക്ക് കൊണ്ടുപോയി. ഇത് കണ്ടപ്പോൾ അഹരോൻ്റെ മകനായ എലയാസറിൻ്റെ മകൻ ഫിനെഹാസ്, അവനും ഒരുപക്ഷെ കരയുന്നവരുടെ കൂടെ ആയിരുന്നിരിക്കാം, പക്ഷെ അവൻ കരച്ചിൽ നിർത്തി. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരു കുന്തമെടുത്തു കയ്യിൽ. എന്നിട്ട് ആ ഇസ്രായേലിൻ്റെ പിന്നാലെ അന്തഃപുരത്തിലേക്ക് ചെന്ന് ഒറ്റക്കുത്തിന് 2 പേരെയും കൊന്നുകളഞ്ഞു. അവരുടെ 2 പേരുടെയും വയറ് ഒരുമിച്ച് തുളഞ്ഞുപോയി എന്നാണ് വായിക്കുന്നത്. ഫിനെഹാസ് അങ്ങനെ ചെയ്തപ്പോൾ ബാധ ഇസ്രായേൽ മക്കളെ വിട്ടുമാറി. ഈ ഫിനെഹാസ് എന്തൊരു ക്രൂരനാണ്! പട്ടാപ്പകൽ എല്ലാവരും നോക്കി നിൽക്കെ ഒരാണിനെയും പെണ്ണിനെയും ഒറ്റക്കുത്തിന് കൊന്നുകളഞ്ഞു. ഇവൻ ക്രൂരനാണെന്ന് നമുക്ക് തോന്നും, പക്ഷേ ദൈവം ഈ സംഭവത്തെ നോക്കി എന്താണ് പറഞ്ഞതെന്ന് 25-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലുണ്ട്. പിന്നെ യഹോവ മോശയോട് അരുളിച്ചത്, ഞാൻ എൻ്റെ തീഷ്ണതയിൽ ഇസ്രായേൽ മക്കളെ സംഹരിക്കാതിരിക്കേണ്ടതിന് അഹരോൻ പുരോഹിതൻ്റെ മകനായ എലയാസറിൻ്റെ മകൻ ഫിനെഹാസ് അവരുടെ ഇടയിൽ എനിക്ക് വേണ്ടി തീഷ്ണതയുള്ളവനായി എൻ്റെ ക്രോധം ഇസ്രായേൽ മക്കളെ വിട്ടുപോകുമാറാക്കിയിരിക്കുന്നു. ആകയാൽ ഇതാ ഞാൻ അവന് എൻ്റെ സമാധാന നിയമം കൊടുക്കുന്നു. ദൈവം ഇവിടെ പറയുന്നത്, എൻ്റെ ഉഗ്രകോപം ഇസ്രായേൽ മക്കളുടെ നേരെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ മാക്സിമം അത് ഇസ്രായേൽ മക്കളുടെ മേൽ വീണേനെ. എന്നാൽ അത് വിട്ടുമാറാൻ ഇടയായ ഒരൊറ്റ സംഭവം എന്ന് പറയുന്നത് ഈ ഫിനെഹാസ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പരസംഗം ചെയ്യാൻ ശ്രമിച്ച ആ പുരുഷനെയും സ്ത്രീയെയും കൊന്നു എന്നുള്ളതാണ്. ഇവരെ തൂക്കിക്കൊല്ലണം, സ്വന്തക്കാരെ കൊന്നുകളയണം എന്നൊക്കെ ദൈവം പറയുന്നുണ്ട്. പരസംഗം ചെയ്യുന്നവരെ പരസ്യമായി തൂക്കിക്കൊല്ലുക, അതുപോലെ സ്വന്തക്കാർ, എൻ്റെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പരസംഗം ചെയ്തിട്ടുണ്ടെങ്കിൽ വാളെടുത്ത് അവരെ കൊന്നുകളയണമെന്നൊക്കെയാണ് ദൈവം പറയുന്നത്. അപ്പോൾ ഇത് കേട്ട് ആളുകൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫിനെഹാസ് കരഞ്ഞില്ല. അവൻ എഴുന്നേറ്റ് ദൈവം പറഞ്ഞത് ചെയ്തു. ദൈവത്തിനത് ഇഷ്ടമായി. ദൈവം അവന് കൊടുത്ത അനുഗ്രഹം എന്ന് പറയുന്നത് സമാധാന നിയമം എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 2 പേരെ ആളുകളുടെ മുമ്പിൽ വെച്ച് കുത്തിക്കൊന്ന ഒരാൾക്ക് സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം കൊടുത്താൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് ദൈവം അവിടെ പ്രവർത്തിച്ചത്. അവന് സമാധാന നിയമം കൊടുത്തു എന്ന് വെച്ചാൽ ഇവൻ്റെ മക്കൾക്ക് പൗരോഹിത്യം ദൈവം വാഗ്ദത്തം ചെയ്തു, എന്നേക്കും വാഗ്ദത്തം ചെയ്തു. ഇതാണ് ദൈവം അഹരോൻ്റെ കുടുംബത്തെ നിത്യ പൗരോഹിത്യത്തിന് തിരഞ്ഞെടുക്കുവാനുണ്ടായ കാരണം. ഇങ്ങനെ അനേക ആളുകൾ കൊല്ലപ്പെട്ട ഈ ബാധ ഒഴിഞ്ഞു പോകുവാൻ ഇടയായി. ദൈവം തീഷ്ണതയുള്ള ദൈവമാണ് എന്ന് വെച്ചാൽ ദൈവം പാപത്തെ വെറുക്കുന്നു. പാപത്തോട് കോംപ്രമൈസ് ചെയ്യുകയും പാപത്തെ ഓർത്ത് കരയുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോരാ, പാപത്തോട് വേർപെടാൻ നമുക്ക് സാധിക്കണം. പാപത്തിനെതിരെ പ്രാണത്യാഗം ചെയ്യേണ്ടി വന്നാൽ അതിനും നമ്മൾ തയ്യാറാവണം. അങ്ങനെയുള്ളവരെയാണ് ദൈവം നോക്കുന്നത്. അങ്ങനെയുള്ളവരോടാണ് ദൈവം തൻ്റെ സമാധാന നിയമം ചെയ്യുന്നത്. പല ആളുകളും സമാധാനത്തിന് വേണ്ടിയാണ് പാപത്തിൻ്റെ നേരെ കണ്ണടയ്ക്കുന്നത്. എന്നാൽ ദൈവവചനം പറയുന്നത് പാപത്തെ നേരിടുന്നവർ, പാപത്തോട് കോംപ്രമൈസ് ചെയ്യാത്തവർ, അവർക്കാണ് ദൈവം തൻ്റെ സമാധാന നിയമം നൽകുന്നത്. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.